ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിതാ ഇവിടെ മുറ്റടിച്ച് വാരാൻ വന്നതാട്ടോ. രാവിലെ തന്നെ കുറച്ച് നേരത്തെയാണ് കേട്ടോ ഇന്ന് എണീറ്റതൊക്കെ. അപ്പോൾ പിന്നെ വേഗം മുറ്റടിച്ച് വാരാന്ന് വെച്ചിട്ട് വന്നതാണ്. ഇന്ന് അതിന് മദ്രസൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ പിറകെ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ പിന്നെ വേഗം മുറ്റടിച്ച് വാരാം. പിന്നെ ഇന്ന് പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർക്കണം എന്നുണ്ട് കേട്ടോ. ഇന്ന് നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ ക്ലീനിങ് ഒക്കെ വേഗം കഴിപ്പിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അതിനെ സ്കൂൾക്ക് വിടാണ്ട് കേട്ടോ. അവന് സ്കൂളിൽ പോകാനുണ്ട്. അപ്പോൾ ക്ലീനിങ് ഒക്കെ വേഗം തുടങ്ങി കേട്ടോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നേ ആണ് മുറ്റടിച്ച് വാരുന്നത്. ചില ദിവസം ഭയങ്കര വിശപ്പായിരിക്കും കേട്ടോ രാവിലെ എണീക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് മുറ്റടിച്ച് വാരാൻ ഇറങ്ങൽ. ഇന്നിപ്പോൾ രാവിലത്തെ ആ ഒരു ചായ മാത്രം കുടിച്ചിട്ട് വേഗം മുറ്റടിച്ച് വാരാൻ ഇറങ്ങി കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ വീട്ടിലെ ഓർക്കാപ്പുളിയാണ് കേട്ടോ. ഞങ്ങളിവിടെ ഓർക്കാപ്പുളി എന്നാണ് പറയുക. ചില നാട്ടിൽ ഇരുമ്പമ്പുളി എന്നും പറയും കേട്ടോ. നമ്മൾ ഓർക്കാപ്പുളി എന്നാണ് പറയുക. അപ്പോൾ ഇത് നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇനി നോമ്പൊക്കെയല്ലേ വരുന്നത്, അപ്പോൾ ഇനി അച്ചാറിട്ട് വെക്കാൻ വെയിലത്ത് ഉപ്പൊക്കെ ഇട്ടിട്ട് ഉണക്കാൻ വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ടൈം കിട്ടുമ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. നിറയെ കായ്ച്ചിട്ടുണ്ട്. സംഭവം ഇതിങ്ങനെ ഉണ്ടായി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ നോക്കുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ വീഡിയോസിലൊക്കെ ഇങ്ങനെ ഇത് അധികം കഴിക്കുന്നത് നല്ലതല്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു പേടിയാണ്. പക്ഷേ അധികം കഴിക്കേണ്ടെന്ന് വെച്ചാൽ മതിയല്ലോ. കുറച്ച് കഴിച്ചെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഒക്കെ നിന്നിങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ ചെടികളൊക്കെ നോക്കുന്നിടയ്ക്ക് ഈ ചെടി ഇങ്ങനെ ചെറുതായിട്ട് മണ്ണില്ലാഞ്ഞിട്ടാണ് തോന്നുന്നുണ്ട്, അതിങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ഒരു കമ്പ് വെച്ചിട്ട് നിർത്തി വെച്ചിട്ടുണ്ട്. ഇനി അതിൽ മണ്ണൊക്കെ ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മണി പ്ലാന്റ്സ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മണി പ്ലാന്റ്സിൻ്റെ പല വെറൈറ്റി ഉണ്ട്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇതൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അതൊക്കെ ഇനി വെട്ടിയിട്ട് വേറെ ഇതിലോട്ട് മാറ്റി നടണം കേട്ടോ. പിന്നെ ഇതാ നമ്മൾ അന്ന് വിത്തിട്ടിട്ടുണ്ടായിരുന്ന തക്കാളിയും മുളകൊക്കെ ഇവിടെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. 2-3 മുളച്ച് വന്നിട്ടുണ്ട്. ഇനി സെറ്റായിക്കോളും. ഒന്ന് മുളച്ച് കിട്ടിയാൽ പിന്നെ റെഡി ആയിട്ട് വന്നോളും. അപ്പോൾ ഞാൻ അതിന് ചെറുതായിട്ട് നനച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റിക്കൊക്കെ ഇങ്ങനെ ഒരു ദിവസം 2 നേരം വെച്ചിട്ട് നനച്ച് കൊടുത്താൽ ആ വെള്ളത്തിൻ്റെ ആ ഒരു ഇതുണ്ടായിക്കോളും. അപ്പോൾ പിന്നെ തൈകളൊക്കെ ഒരു അത്യാവശ്യം ഒരു വലുപ്പമാവുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കാം. പിന്നൊക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ നനച്ച് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ നനച്ച് കൊടുക്കുകയാണ്. പിന്നെ മറ്റ് ചെടികൾക്കൊന്നും നനച്ച് കൊടുക്കില്ല കേട്ടോ. അതൊക്കെ ഞാൻ വൈകുന്നേരമാണ്. ഇതിപ്പോൾ നമ്മൾ വിത്ത് നട്ടതല്ലേ ഉള്ളൂ. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ ശേഷം മുറ്റടിച്ച് വാരിക്ക് വന്നതിന് ശേഷം ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് പുട്ടും കടലക്കറി ആയിരുന്നു. ഞാൻ പഴം ഉണ്ടായപ്പോൾ പഴമാണ് കേട്ടോ, എനിക്ക് പഴമാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ പഴം കൂട്ടിയിട്ട് കഴിക്കുകയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തീർത്തു കേട്ടോ, ഫുൾ തീർത്തു. പിന്നെ അതിന് ശേഷം ഞാൻ അതിനെ സ്കൂളിലോട്ട് വിടാനുള്ള പുറപ്പാട്ടിലായിരുന്നു കേട്ടോ. വാട്ടർ ബോട്ടിലും അവന് പ്ലേറ്റൊക്കെ വെച്ച് കൊടുത്തു. അവർക്ക് സ്കൂളിലോട്ട് പ്ലേറ്റ് കൊടുത്തു വിട്ടാൽ മതി കേട്ടോ. സ്കൂളിൽ നിന്ന് തന്നെ ഉച്ചഭക്ഷണം കിട്ടുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അവന് പ്ലേറ്റും വാട്ടർ ബോട്ടിലും കൊടുത്തയച്ചാൽ മതി. പിന്നെ എന്തെങ്കിലുമൊക്കെ കൂട്ടാനായിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും കൊടുത്തയക്കാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് പറഞ്ഞല്ലോ എനിക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്ന്. അപ്പോൾ ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന സ്കൂളിൽ നിന്ന് ആർട്സ് ആയിരുന്നു. അപ്പോൾ അത് കാണാൻ പോകാനായിരുന്നു എൻ്റെ പ്ലാനിങ്. അങ്ങനെ ഞാൻ എൻ്റെ എല്ലാതും കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതാ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വൈകുന്നേരം വരെ ഞാൻ സംഭവം കണ്ടിരുന്നു കേട്ടോ. സംഭവം സൂപ്പർ പ്രോഗ്രാമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ എനിക്ക് തീരെ വയ്യാതായപ്പോൾ ഞാൻ മുഴുവൻ കാണാൻ നിന്നില്ല എന്നുള്ളൂ. അതിനിടയ്ക്ക് ഞാൻ പോന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോരുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ബർഗർ കഴിക്കാൻ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ബർഗർ കഴിക്കാമെന്ന് വെച്ചിട്ട് കയറിയതാണ് കേട്ടോ. ചിക്ക് ലാൻഡ് എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ് കയറിയത്. അപ്പോൾ അവിടുന്ന് ബർഗറും കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ഈ ഒരു ദിവസം. എന്തോ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. നമ്മൾ പഠിപ്പിച്ച കുട്ടികളെയും പിന്നെ എന്താ പറയുക അവിടുത്തെ ടീച്ചേഴ്സിനെ എല്ലാവരെയൊക്കെ കണ്ടപ്പോൾ എന്തോ ഒരു സന്തോഷം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.